ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇംഗ്ലീഷ് സംസാരിച്ചു തന്നെ പഠിക്കണം. ഗ്രാമർ എന്നുള്ളത് ഒരു നോളജ് മാത്രമാണ്. സോ ഇന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അവരുടെ കഴിവ് എന്താണെന്ന് എനിക്കറിയാം. ഐ നോ വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ്. പ്ലീസ് റിപ്പീറ്റ്. എൻ്റെ ഒപ്പം പറയൂ. ഐ നോ വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ്. ഐ നോ വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ്. അവരുടെ കഴിവ് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയുന്നത് പോലെ കാണിക്കണം. എങ്ങനെ പറയാം? ഈവൺ ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് യു ഹാവ് ടു ആക്ട് ലൈക്ക് യു നോ എവറിത്തിങ്. ഈവൺ ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് യു ഹാവ് ടു ആക്ട് ലൈക്ക് യു നോ എവറിത്തിങ്. പ്ലീസ് റിപ്പീറ്റ്. ഈവൺ ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് യു ഹാവ് ടു ആക്ട് ലൈക്ക് യു നോ എവറിത്തിങ്. നീ വരുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. എങ്ങനെ പറയാം? ഐ അസ്യൂംഡ് യു വുഡ് കം. ഐ അസ്യൂംഡ് യു വുഡ് കം. ഐ അസ്യൂംഡ് യു വുഡ് കം. എങ്ങനെ പറയാം? ഐ അസ്യൂംഡ് യു വുഡ് കം. സാധാരണയായി നിങ്ങളുടെ ഡ്രസ്സെല്ലാം എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്ന് നമ്മൾ മിക്കപ്പോഴും സുഹൃത്തുക്കൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പം ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ ചോദിക്കാം: വേർ ഡു യു യൂഷ്വലി ബൈ യുവർ ക്ലോത്ത്സ്? Where do you usually buy your clothes? Where do you usually buy your clothes? സാധാരണയായി നിങ്ങളുടെ ഡ്രസ്സ് എല്ലാം എവിടുന്നാണ് വാങ്ങുന്നത്? ഞാൻ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മിക്കപ്പോഴും എക്സാം കഴിഞ്ഞ് വരുമ്പോൾ പറയുന്നൊരു സെൻറ്റൻസ് ആണ്. ഇങ്ങനെ പറയാം: ഐ ട്രൈ ടു ഫിഗർ ഔട്ട് ദ ആൻസർ ബട്ട് ഐ കുഡിൻറ്റ് ഫൈൻഡ് ഔട്ട് ദ ആൻസർ. എങ്ങനെ പറയാം? ഐ ട്രൈ ടു ഫിഗർ ഔട്ട് ദ ആൻസർ but I couldn't find out the answer. Please repeat. I tried to figure out the answer but I couldn't find out the answer. ഞാൻ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞ ഡേറ്റിൽ ചെയ്യാൻ കഴിയാത്ത പക്ഷം നമ്മൾ ചോദിക്കാറുണ്ട്, മറ്റൊരു തീയതി നിർദ്ദേശിക്കാമോ എന്ന്. ഇങ്ങനെ ചോദിക്കാം: കുഡ് യു സജസ്റ്റ് ആൻ ആൾട്ടർനേറ്റീവ് ഡേറ്റ്? നിങ്ങൾ മറ്റൊരു തീയതി നിർദ്ദേശിക്കാമോ? Could you suggest an alternative date? Please repeat. Could you suggest an alternative date? Could you suggest an alternative date? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഞാൻ കാര്യമാക്കാറില്ല. എങ്ങനെ പറയാം? I don't care what other people think. I don't care what other people think. Please repeat. I don't care what other people think. I don't care what other people think. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ ഇങ്ങനെ പറയാം: ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദോസ് തിങ്സ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദോസ് തിങ്സ്. ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദോസ് തിങ്സ്. അത്തരം കാര്യങ്ങൾ. ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദോസ് തിങ്സ്. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. എങ്ങനെ പറയാം? ഐ വാസ് ഹംഗ്രി സോ ഐ വെൻറ്റ് ടു ഹാവ് ഫുഡ്. ഐ വാസ് ഹംഗ്രി സോ ഐ വെൻറ്റ് ടു ഹാവ് ഫുഡ്. എങ്ങനെ പറയാം? ഐ വാസ് ഹംഗ്രി സോ ഐ വെൻറ്റ് ടു ഹാവ് ഫുഡ്. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. എനിക്ക് അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. എങ്ങനെ പറയാം? ഐ നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ബസ്സിൽ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. ഇങ്ങനെ പറയാം: ഐ നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഐ നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഐ നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഞാൻ ധൃതിയിലായിരുന്നു. ഐ വാസ് ഇൻ എ ഹറി. ഐ വാസ് ഇൻ എ ഹറി. ഞാൻ ധൃതിയിലായിരുന്നു. ഐ വാസ് ഇൻ എ ഹറി. ഐ വാസ് ഇൻ എ ഹറി. ഞാൻ ധൃതിയിലായിരുന്നു. ദയവായി ലൈറ്റുകൾ ഓഫ് ചെയ്യാമോ? കുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ്സ്? കുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ്സ്? കുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ്സ്? കുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ഇത്രയും കാലം ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ യു സോ ലോങ്. ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ യു സോ ലോങ്. ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ യു സോ ലോങ്. ഇത്രയും കാലം ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവനെ കൊണ്ട് ഞാൻ തോറ്റു. എങ്ങനെ പറയാം? ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹിം. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹിം. ഞാൻ അവനെ കൊണ്ട് തോറ്റു.
ഐ എം ഫെഡ് അപ്പ് വിത്ത് ഹിം. അവർ എന്നെ പരിഹസിച്ചു. ദേ മോക്ക് മീ. ദേ മോക്ക് മീ. അവർ എന്നെ പരിഹസിച്ചു. ദേ മോക്ക് മീ. അവരെന്നെ പരിഹസിച്ചു. ഞാൻ ആരുമായും കോണ്ടാക്റ്റ് ഇല്ല. അതായത് പഴയൊരു സുഹൃത്തിനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, നീ ആരെങ്കിലുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ, പഴയ സുഹൃത്തിനെ എപ്പോഴും വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് എനി വൺ. ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് എനി വൺ. ഞാൻ ആരുമായും കോണ്ടാക്റ്റ് ഇല്ല. ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് എനി വൺ. ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് എനി വൺ. ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എങ്ങനെ പറയാം? Nobody is trying to understand me. Nobody is trying to understand me. ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. Nobody is trying to understand me. Nobody is trying to understand me. ആരാണ് നിന്നെ തല്ലിയത്? Who hit you? Who hit you? ആരാണ് നിന്നെ തല്ലിയത്? Who hit you? ആരാണ് നിന്നെ തല്ലിയത്? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എല്ലാം 3-4 വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി കോൺഫിഡൻ്റായി സംസാരിക്കാൻ കഴിയുക. ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമേ ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയൂ. സോ പ്രാക്ടീസ് വെൽ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.